അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് റംസാൻ ക്ലീനിങ്ങും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ട് ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീഡിയോ കണ്ടുവെക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് എന്ന് കാണുന്നില്ലേ, അപ്പോൾ അവിടെ നിന്ന് പ്രസ് ചെയ്യാം. പിന്നെന്താ, ഞാൻ ഈ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ല, ഞാൻ പേര് മാറ്റുന്ന ആ ഒരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും ഒക്കെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിന്ന് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന്, അതുപോലെ തന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്നൊരു ഏച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആവില്ല കേട്ടോ, കാരണം ശരീരം നടുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പം എന്തായാലും എല്ലാം കൂടി ആകുമ്പം ഒറ്റയ്ക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ ഒരു ഏച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടിയിട്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തലേന്നത്തെ ഞാൻ ചെമ്മീൻ വെച്ചിട്ടുള്ള, നിങ്ങളെന്താ ഇതിന് പറയുക, കക്കറൊട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ആണപ്പത്തിലോ എന്നിട്ട് പറയാൻ, കുഞ്ഞിപ്പത്തിലോ എന്താണെന്ന് പറയാം. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. തലേന്നത്തെ പിറ്റേന്ന് കഴിക്കാൻ എന്നിട്ട് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ഏച്ചി വരുന്നുണ്ടെന്ന്. അപ്പം ഏച്ചി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് മേലെ മൊത്തത്തിൽ ക്ലീനാക്കി അങ്ങനെ താഴേക്ക് അങ്ങനെ വരുന്നതാണ് കേട്ടോ. നമുക്ക് ആകുമ്പോൾ ഒരു പ്രത്യേക ആവേശമാണല്ലേ വീടൊക്കെ ക്ലീനാക്കുക. അതുപോലെ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ചടങ്ങ് പോലെ തന്നെയല്ലേ. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് ഒരു നോമ്പിന് വരക്ക് വേൽക്കാന്ന് പറയുന്നതും ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഒരുങ്ങണം എന്നല്ലേ പറയുക. അതുപോലെ തന്നെ നമ്മൾ ഒരുങ്ങുന്ന പോലെ തന്നെ നമ്മളെ വീടും അത്രയും നീറ്റും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി തന്നെയല്ലേ. നമുക്ക് എല്ലെങ്കിലും വീടും കാര്യങ്ങളൊക്കെ നമ്മളൊരു ക്ലീനാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ മനസ്സെപ്പോഴും സമാധാനവും സന്തോഷമൊക്കെ ആയിരിക്കുമല്ലേ. അതുപോലെ അപ്പം നമ്മൾ ഈ റംസാനൊക്കെ വരുമ്പം ഇങ്ങനെ നമ്മൾ ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നമ്മളെത്ര കഷ്ടപ്പെട്ടാലും ആ ഒരു ദിവസത്തെ ആ ഒരു കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവും. പിന്നെ ഭയങ്കര ഒരു ആ ഒരു കഷ്ടപ്പാടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു നീറ്റായിട്ട് വീടും കാര്യങ്ങളൊക്കെ കാണുമ്പം എല്ലാ ക്ഷീണവും അങ്ങ് പോയിക്കോളും അല്ലേ. അങ്ങനെ അപ്പോൾ ഞാൻ കിച്ചനും കാര്യങ്ങളും മൊത്തത്തിൽ ആ ഒരു കബേർഡിൻ്റെ ഉള്ളൊക്കെ കുറേയായി വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഏച്ചി വന്ന സമയത്ത് ഏച്ചി അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഏച്ചിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ മൊത്തം വലിച്ചിട്ടിട്ടുണ്ടായി. അപ്പോഴത്തേക്കും മഗ്‌രിബൊക്കെ ആയിട്ടുണ്ടായിന്, സന്ധ്യാസമയം ആയിട്ടുണ്ടായിന്. അപ്പോൾ ഏച്ചി പിന്നെ പോയി. ബാക്കി പണി മൊത്തം ഞാൻ പാതിര വരെ നിന്നിട്ടാണ് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായി. കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ പിറ്റേന്നൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. ബാക്കി സാധനങ്ങളൊക്കെ കബേർഡിൽ അടിപൊളിയായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എണീറ്റ്. പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ആക്കുന്ന മുന്നേ ഞാൻ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റമദാൻ സീരീസ് അല്ലേ ഇത്. അപ്പോൾ നോമ്പിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇത് അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം കുടിക്കാമല്ലോ, അങ്ങനെയും കൂടി വിചാരിച്ച്. അപ്പോൾ ഞാൻ 2 കപ്പ് പാലാണ് കേട്ടോ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് അതിലോട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ടൈമിൽ ഞാൻ ആ ഒരു കസ്റ്റേർഡ് പൗഡറും കൂടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാണ്ട്. പിന്നെ ഈ ഒരു എസൻസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ അങ്ങനെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പാല് കുറച്ച് തിളച്ച് വരുന്ന ടൈമിൽ, ചൂടായിട്ട് വരുന്ന ടൈമിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അതുപോലെ തന്നെ അങ്ങനെ കസ്റ്റേർഡ് ആക്കി വെക്കുക. നല്ല കട്ടിക്ക് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് പാലിന് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ വെച്ചപ്പോൾ ഇതേ കണ്ടില്ല, നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് തണുക്കട്ടെ. ആ ടൈമിൽ ഞാൻ ഒരു വലിയ ക്യാരറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച കസ്റ്റേർഡും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇത് പെട്ടെന്ന് ഈ ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് തന്നെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു 1/2 ടിന്നോളം ഈ ഒരു 1/2 ടിന്നോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയായി പോയി കേട്ടോ. അതുകൊണ്ട് അത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്. അപ്പം ഒരു 1/2 ടിന്നോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്കൊക്കെ ഇത്ര തന്നെ ചേർത്ത് കൊടുത്തോട്ടെ. അപ്പോഴേ ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇനി ഇതിലോട്ട് ഞാനൊരു അര പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 250 ml കപ്പിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ കട്ടിക്കും ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം കേട്ടോ, ഈ ഒരു പാലും ഒക്കെ. അപ്പോൾ ഞാൻ ഇവിടെ അര പാക്കറ്റ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് നല്ല തണുപ്പ് വേണ്ടേ, അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെയാണ് ഓർത്തെ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ബദാം കുതിർത്ത് വെച്ചിട്ടുണ്ടായിനി. തൊലിയൊന്നും കളയുന്നില്ല, അങ്ങനെ തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ്യൂ ഉള്ളതാണെങ്കിൽ ക്യാഷ്യൂ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. നമ്മുടെ റമദാനൊക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. നിങ്ങൾക്ക് ഇതിലോട്ട് ആപ്പിളും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ നല്ലപോലെ ക്ഷീണിക്കുമെന്നറിയാം, അപ്പോൾ കുടിക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാമെന്ന്. ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റിയിട്ട് അവിടെ നല്ലപോലെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അതായത് സ്ഥാനത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു കിച്ചന് നോമ്പാകുമ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈ കിച്ചന് മൊത്തത്തിൽ എന്നല്ല ചെറുതായിട്ടൊന്ന് എന്തായാലും ഞാൻ ചെറിയ ചെറിയ മേക്ക് ഓവർ അല്ലെങ്കിലും ഞാൻ ചെയ്യാറുള്ളതല്ലേ. കാരണം ഒന്നെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പം ബോറടിക്കൂലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന തന്നെ ആയിരിക്കും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തലുണ്ട്. അപ്പം നമ്മുടെ നോമ്പല്ലേ, അപ്പം കുറച്ച് വലുതായിട്ട് തന്നെ മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, ആമസോണിന്നോ അങ്ങനെ എന്തോ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ്, ഹാപ്പി പ്ലാനറ്റിൻ്റെ. അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് അതാകുമ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വേണ്ടല്ലോ, ആ ഒരു ഒറ്റ എന്താ പറയുക ലിക്വിഡ് മാത്രം മതി. അപ്പം അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒരു ഇതുപോലത്തെ ഒരു തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചിട്ടെടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇടയ്ക്കിടെ നമ്മൾ വൃത്തിയാക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെ പൊടി പിടിച്ചിട്ട് ജസ്റ്റ് പൊടി പിടിച്ച് അങ്ങനെ മാത്രമേ ഉണ്ടാവും, അല്ലാതെ വേറെ കറകളും മറ്റും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നല്ലപോലെ തന്നെ അത് നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ലിക്വിഡ് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ട് കുറച്ച് നല്ല നനച്ചിട്ട് തുണി കൊണ്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. 1-2 പ്രാവശ്യം, ഒന്നല്ല 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കലയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ടൈലൊക്കെ നല്ലൊരു ഷൈനിങ് വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഗ്യാസ് സ്റ്റോപ്പായാലും അങ്ങനെ തന്നെ ചെയ്യല്. ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റൗവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ക്രബോ എന്തെങ്കിലും, കൂടുതൽ നമ്മൾ ഈ കമ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ. ഭയങ്കര എന്താ പറയുക അങ്ങനെ ഒരു കലയൊക്കെ വരുന്ന സംഭവം എടുക്കുകയേ ചെയ്യരുത്. ഈ ഒരു കമ്പി പോലത്തെ സംഭവമില്ലേ. കാരണം എന്ന് വെച്ചാൽ അത് ചെറിയൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ടൈലിനായാലും നമ്മൾ സിങ്കിനായാലും എവിടെയായാലും ചെറിയൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായാലും കച്ചറ പിടിക്കാതിരിക്കില്ല. എത്ര വൃത്തിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ തുടക്കുമ്പോൾ ആ തുണിയിലുള്ളതായാലും എന്തായാലും കച്ചറ പിടിക്കും. അതുകൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ സ്പോഞ്ചോ അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യൂലേ, അന്നേരം ചെയ്യുക. എന്നിട്ട് വേണം തുണി വെച്ചിട്ട് തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നീറ്റും ക്ലീനായിട്ട് വരും കേട്ടോ. പിന്നെന്താ, ഇനി കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പം വീട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൃത്തിയായ സ്ഥിതിക്ക് അതന്നെ വലിയ സമാധാനം. ഇനി മറ്റുള്ള എന്താ പറയുക നമ്മുടെ സ്പൈസസിൻ്റെയും അതുപോലെ എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, പറ്റുവാണെങ്കിൽ. പിന്നെ ഞാൻ ഈ ഫുഡ് ഐറ്റംസ് ഒന്നും ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം നോമ്പിനൊന്നും അത് എനിക്ക് അത്രക്ക് എന്താ പറയുക എന്തോ പോലെയല്ലേ, നേരത്തെ കാലത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു പഴയ ഇത് കഴിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീൽ എനിക്കത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതാണ്. കാരണം ഉണ്ടാക്കി വെച്ചാൽ കുറേ ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഞാനങ്ങനെ ചെയ്യലില്ല കേട്ടോ. കുറേ മുന്നേ അങ്ങനെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ അങ്ങനെ എടുക്കാമല്ലോ, അതൊന്നും കുഴപ്പമില്ല. ഒരാഴ്ച മുന്നേ അങ്ങനെയൊന്നും ഞാൻ ആക്കി വെക്കലില്ല കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക അങ്ങനെയുള്ളതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ ഞാൻ അതും ചെയ്യലില്ല. കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ലേ. എങ്ങനെ നോക്കിയാലും എനിക്കെന്താണെന്നറിയില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട് അതും ഞാൻ ചെയ്യലില്ല. ഉള്ളി വെളുത്തുള്ളി അതൊക്കെ അല്ല, ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് അങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വെക്കലുണ്ട്. പേസ്റ്റാക്കി വെക്കലില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ എന്താ പറയുക
എൻ്റെ അഭിപ്രായമാണ് ഇത്. ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളും അതുപോലെ ശീലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഞാനങ്ങനെ ചെയ്യലില്ല കേട്ടോ. പിന്നെ വേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെമ്മീൻ മോളിയും ഒറോട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ലേ, ആ ടൈമിൽ കുറേ പേര് എന്നോട് ആ ഒരു അരിപ്പൊടിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കട്ടെ, ഞാൻ എന്തായാലും ചെയ്യാം. ഞാൻ പൊടിപ്പിക്കുമ്പം എന്തായാലും പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം. പിന്നെ ഈ കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ മാറ്റുകയെന്ന് കേട്ടോ. ഇതിൽ നട്ട്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊന്ന് കഴുകിയിട്ടൊക്കെ വെക്കുക. ഇനി നമുക്ക് കുറച്ച് വലിയ എന്തെങ്കിലും വെക്കുക, കാരണം ഇനി ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ നോമ്പിന് ആവശ്യമില്ലല്ലേ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ, ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. അപ്പം എൻ്റെ കിച്ചൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എന്താ സമാധാനം അല്ലേ. പക്ഷേ എനിക്ക് എന്താ പറയുക, ഈ ഒരു സെറ്റിങ്സും കൂടി ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതിയല്ലോ. ഈ ഫ്രിഡ്ജും കൂടി തുടച്ച് കഴിഞ്ഞപ്പോൾ മൊത്തം ക്ലീനിങ്ങും കഴിഞ്ഞേട്ടാ. പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുകൊണ്ട് ആ ഒരു ജ്യൂസ് കഴിക്കുക. അല്ലെങ്കിൽ ഇതും കൂടി ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പം ഭയങ്കര മടിയല്ലേ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചുകൊണ്ട് അങ്ങനെ അതൊരു സമാധാനമാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്